പ്രിയപ്പെട്ട എല്ലാവർക്കും റിബിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അത് പ്രണയത്തിലോ വിവാഹ ജീവിതത്തിലോ ഇനി എക്സ്ട്രാ റിലേഷൻഷിപ്പിലോ ഇനി ബിസിനസ്സിലോ കരിയറിലോ എന്ത് കാര്യത്തിലുമായിക്കോട്ടെ, ഇനി അതിലൊന്നുമല്ലാതെ തന്നെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം കിട്ടുന്നില്ല, നിങ്ങൾ എല്ലാ കാര്യത്തിലും പരാജയപ്പെടുകയാണ് എന്നൊരു തോന്നലുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മികച്ചൊരു അവസ്ഥയിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും യാദൃശ്യമായിട്ടല്ല. ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് തന്നെ എത്തിച്ചിരിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ സ്വഭാവ ഗുണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊയ്യാമെന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ പോകുന്നത്. കാരണം ഞാൻ അത്തരത്തിലുള്ള സ്പ്രെഡാണ് ഇന്ന് യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാൽ അവരുടെ ജീവിതത്തിൽ മികച്ച വിജയം നേടാമെന്നുള്ളത്. അതിനാൽ തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് തോന്നുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. എന്നും ഇത്തരത്തിലുള്ളൊരു ജീവിതവുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ വീഡിയോ കാണേണ്ടതില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 100% ഉറപ്പിച്ചു പറയുന്നു, ഈ വീഡിയോ അവസാനിക്കുന്ന നിമിഷം നിങ്ങളൊരു പുതിയ നിങ്ങളായിട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രമേൽ ഞാൻ ഉറപ്പ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ജനറൽ വീഡിയോ ആണ്, അതിനാൽ തന്നെ ഫുള്ളി റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് മറ്റുള്ളതിനെ വിട്ടുകളയുക. ടൈംലെസ് വീഡിയോ. അതിനാൽ തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണോ ഈ വീഡിയോ എത്തിക്കുന്നത്, ഇന്നോ നാളെയോ മറ്റന്നാളോ ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ആ നിമിഷം മുതൽ നിങ്ങളുമായിട്ട് ഈ വീഡിയോ റിലേറ്റ് ആവുന്നതായിരിക്കും. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് മുകളിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു 3 ദീർഘനിശ്വാസം എടുത്ത് മനസ്സെല്ലാം വളരെ ശാന്തമാക്കി വരുന്ന സ്പ്രെഡ് എന്താണെങ്കിലും അതിൽ പറയുന്ന മാറ്റങ്ങൾക്ക് നിങ്ങൾ സ്വയം തയ്യാറാവുമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടെ ദീർഘനിശ്വാസം എടുത്ത് റിലാക്സ് ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, സ്പ്രെഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നേരെ സ്പ്രെഡിലേക്ക് പോവാം. ഈ സ്പ്രെഡിൽ വരുന്നത് എന്താണെങ്കിലും അത് നിങ്ങളോട് നെഗറ്റീവ് കാണാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കരുത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ മാറ്റം വരുത്തിയാൽ വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത്, അത് പ്രണയമാണെങ്കിലോ വീടാണെങ്കിലോ ജോലിയാണെങ്കിലോ വിദേശ പഠനമാണെങ്കിലോ ഇനി എന്ത് കാര്യവുമായിക്കൊള്ളട്ടെ, നിങ്ങളിലൊരു മാറ്റം വരുത്തിയാൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾക്കത് കിട്ടിയില്ല, എൻ്റെ വിധിയാണെന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് തള്ളിപ്പോകുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഊർജ്ജങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ ഒരു മാറ്റം വരുത്തിയാലാണ് പ്രകൃതിക്ക് പോലും നമ്മളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ മറന്നു പോവാറുണ്ട്. നിങ്ങളിലൊരു മാറ്റം വരുത്തുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് പ്രകൃതി നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും. അപ്പോൾ നമുക്കിനി കൂടുതലായിട്ടുള്ള വർത്തമാനങ്ങൾ സ്പ്രെഡിനിടയിൽ പറയാം. പ്രിയപ്പെട്ടവരെ, സ്റ്റേ ട്യൂൺ. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് ദ മജീഷ്യൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് ദ മജീഷ്യൻ്റെ എനർജിയാണ്. മജീഷ്യൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തീവ്രമായിട്ടുള്ള എന്തൊക്കെയോ അതിഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നിങ്ങൾ വളരെ നടക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന തീർച്ചയായിട്ടും വേണം. യൂണിവേഴ്സിനോടോ നമ്മൾ വിശ്വസിക്കുന്ന മതാചാരപ്രകാരമുള്ള ദൈവങ്ങളോടൊക്കെ ഉള്ള പ്രാർത്ഥനകൾ എപ്പോഴും നമ്മൾക്ക് ഗുണകരമാണ്. അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴും പ്രാവർത്തികമായിട്ട് ലോകത്ത് നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ടല്ലോ. അതായത് നിങ്ങൾക്കൊരു ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ജോലി ഒഴിവുള്ളത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കണം. ആ ജോലി നിങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് നോക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതെല്ലാം നിങ്ങളുമായിട്ട് സെറ്റാവുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷനിൽ അയച്ച ശേഷം നിങ്ങൾക്കത് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈശ്വരനോട് നല്ല രീതിക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾ ഈശ്വരൻ ജോലി കൊണ്ടുതരുമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ പ്രവൃത്തികളൊന്നും ചെയ്യാതിരുന്നാൽ ഈശ്വരൻ എങ്ങനെയാണ് ജോലി കൊണ്ടുതരിക? അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി പ്രാവർത്തികമായിട്ട് ലോകത്തേക്ക് കൂടി നിങ്ങളത് വ്യാപിപ്പിക്കണം. അത് പ്രണയത്തിലായിരിക്കാം, ചിലപ്പോൾ ജോലിയിലായിരിക്കാം, അത് എന്ത് കാര്യത്തിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, എക്സ്ട്രാ റിലേഷൻ്റെ കാര്യത്തിലായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. ഞാൻ നിങ്ങളെ ഒരു രീതിക്കും ജഡ്ജ് ചെയ്യുന്നില്ല. ഈ കാണുന്ന എനർജിയിലായിരിക്കണം നിങ്ങൾ ഒരു പക്ഷേ. എന്തായാലും യൂണിവേഴ്സ് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം.
നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. 3 ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിൽ വളരെയധികം വേദന അനുഭവിച്ചിട്ടുണ്ട്. അതൊരു പ്രണയത്തിലാണെങ്കിൽ, ദാമ്പത്യത്തിലാണെങ്കിൽ, ഇനി ഒരു എക്സ്ട്രാ അഫെയറിലായിരുന്നുവെങ്കിൽ, ഇനി നിങ്ങളുടെ ബിസിനസ്സിലായിരുന്നു, കരിയറിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തോ തീവ്രമായിട്ടുള്ള വേദന ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രണയത്തിലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളെ ചതിച്ച ശേഷം ഒരുപക്ഷെ കടന്നു കളഞ്ഞതായിരിക്കാം. ഇനി ഒരു വളരെ പ്രതീക്ഷയോടുകൂടി ഒരു വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ച ആളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും ആയിരുന്നില്ല നിങ്ങളുടെ വിവാഹ ജീവിതം മുന്നോട്ട് പോയത്. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അത് ഭാര്യയോ ഭർത്താവോ കാമുകനോ ആരുമായിക്കൊള്ളട്ടെ, ആ ആൾ നിങ്ങളോട് ആദ്യം പെരുമാറിയ രീതിയിലായിരുന്നില്ല പിന്നീട് പെരുമാറിയത്. അതിൻ്റെ പേരിൽ നിങ്ങളുടെ ഹൃദയം വല്ലാതെ നുറുങ്ങിപ്പോയിട്ടുണ്ട്. പ്രണയബന്ധത്തിലൊക്കെ ആണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഇത് തന്നെയായിരിക്കാം അവസ്ഥ. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരൊക്കെയോ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ തൊഴിലിടത്തിലാണെങ്കിൽ തൊഴിൽ ആരൊക്കെയോ നിങ്ങൾക്ക് ഒരുപക്ഷെ പാര വച്ചിട്ടുണ്ടാവാം. ആ തൊഴിൽ നല്ല രീതിക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ബിസിനസ്സിലാണെങ്കിലും ഒരുപക്ഷെ നമ്മളത് പൂട്ടിക്കെട്ടേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മളെ കാലം കൊണ്ട് എത്തിച്ചിട്ടുണ്ടാവാം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു മോശക്കാരനായിരുന്നുകൊണ്ട് സംഭവിച്ചതല്ല. നിങ്ങൾ അത്രമേൽ ആരൊക്കെയോ വിശ്വസിച്ച് പലതും ചെയ്തു. ആ വിശ്വാസം എന്ന് പറയുന്നത് അത്രമേൽ വേണ്ടിയിരുന്നില്ല എന്നുള്ളത് കാലം നിങ്ങളെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ഞാൻ ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണോ സംഭവിച്ചത് അതുമായിട്ട് കോറിലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ്സിലാണെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത് ചിന്തിച്ച് നോക്കുക. ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ ഊർജ്ജം, നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ് എന്താണെന്നുള്ളത് ചോദിക്കുകയാണ്. പ്രസൻറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ടെമ്പറൻസ് എന്ന് പറയുന്ന മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. ടെമ്പറൻസ് എന്ന് പറയുന്ന മിതത്വത്തിൻ്റെ ഒരു കാർഡാണ്. ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ പലതും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് പോയതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് നഷ്ടപ്പെട്ടതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആ മിതത്വം പാലിച്ചിട്ട് നിൽക്കുകയാണ്. കാരണം നിങ്ങളുടെ മനസ്സിനെയാണെങ്കിലും നിയന്ത്രിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു നിങ്ങളുടെ വ്യക്തി നോ കോൺടാക്ട്സിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതും മനസ്സിലാക്കി, ആ വ്യക്തിക്ക് എന്നോട് പണ്ടത്തെ മുള്ള സ്നേഹമില്ല, ഞാൻ എത്ര പുറകെ കിടന്നിട്ടും അവർ വരുന്നില്ല, ഞാനായിട്ട് ഇനി അയാളുടെ പുറകെ പോകുന്നതിൽ അർത്ഥമില്ല എന്നെല്ലാം മനസ്സോടെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് മാക്സിമം മറ്റാരെയും ശല്യപ്പെടുത്താതെ നമ്മുടെ സ്വന്തം പേഴ്സണാലിറ്റി എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളൊരു ചിന്തയിലൊക്കെ നിങ്ങൾ മിതത്വം പാലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുടുംബത്തിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ മാക്സിമം കുടുംബത്തിൽ വഴുക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സംസാരവും ഒക്കെ കുറച്ച് വളരെ മിതത്വമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നൊരു സമയമായിരിക്കും. മൊത്തത്തിലാകെ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം നിങ്ങളെ നിയന്ത്രിച്ച് സാഹചര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നൊരു ചുറ്റുപാടിലായിരിക്കാം ഇപ്പോൾ. വരുന്നൊരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നതാണ് ഈ ഒരു 4ാമത്തെ കാർഡിനോടുണ്ടായിരുന്ന ചോദ്യം. ആ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ ചാൻസ് എന്ന് ചോദിച്ചപ്പോൾ വന്ന കാർഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പഠിക്കുന്ന ഒരു കാർഡിൻ്റെ എനർജിയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളെ, അതിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ട രീതിക്ക് ഒരു ഊർജ്ജത്തിൽ നിങ്ങൾ സാഹചര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സാഹചര്യങ്ങളുമായിട്ട് കൂടുതൽ പൊരുത്തപ്പെടുവാനും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് ഈ കാർഡിലുള്ള ഈ കാർഡ് പ്രകാരം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ലാസ്റ്റ് യൂണിവേഴ്സ് തരുന്ന ആ വലിയ മെസ്സേജ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റീഡ് ചെയ്യുന്നതായിരിക്കും. അതിനാൽ തന്നെ ശ്രദ്ധയോടെ കേട്ടിരിക്കാം. നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ തന്നെ നിങ്ങളെ വലിയ രീതിക്ക് പരിഗണിക്കുന്ന ഒരു കുറച്ചു ഭാഗം ആൾക്കാരെങ്കിലും അവരുടെ ചുറ്റുപാടുകൾ, അതായത് കൂട്ടുകാരാവട്ടെ, ഫാമിലി ആവട്ടെ, അവരുടെ ജോലി സ്ഥലമാവട്ടെ, അങ്ങനെ കുറച്ച് പേരെങ്കിലും അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, നിങ്ങളെ വില മതിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും ഒരു 40-50% പേരുടെ കാര്യത്തിലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്താണ് ഭയം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളിൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ നടക്കുമോ എന്നുള്ളൊരു ഭയമാണ്. അതായത് ഇപ്പോഴത്തെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് നഷ്ടമാവുമോ എന്നുള്ളൊരു വലിയൊരു പേടി നിങ്ങളിലുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളത് യൂണിവേഴ്സ് ഉറപ്പിച്ച് തന്നെ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഊർജ്ജം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയൊരു തിരിച്ചടി കിട്ടിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്യാരക്ടറിൽ നിങ്ങൾക്കിപ്പോൾ അറിയാം, ആരെ സ്നേഹിച്ചാലും ആരെ വിശ്വസിച്ചാലും അതിനെല്ലാം തന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവണം.
ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും നമ്മളെയാണെന്നും, എന്നാൽ അതേസമയം തന്നെ നമ്മൾ ബന്ധങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വളരെ മിതത്വമായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മിതത്വം പാലിച്ച് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ പോവേണ്ടത്. യൂണിവേഴ്സ് പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ മിതത്വം പാലിച്ച് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാലൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തെ. അത് ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതാണെങ്കിൽ എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് പോയാൽ നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കരുത്. ചില ബന്ധങ്ങൾ പോയാൽ നമ്മളെ വിട്ട് എന്നേക്കുമായിട്ട് അവർ പോകുന്നതായിരിക്കും. ചിലരെല്ലാം പോയാൽ ഒരുപക്ഷെ അവരുടെ തെറ്റ് മനസ്സിലാക്കി ചിലപ്പോൾ കാലങ്ങൾക്കപ്പുറം തിരിച്ചു വന്നേക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ചുറ്റും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനി മറ്റാരും ഇല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സ് അതൊരിക്കലും തളരാത്ത നമ്മുടെ ഏറ്റവും വലിയൊരു പോരാളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റാരുമില്ലെങ്കിലും നിങ്ങളുടെ മനസ്സുണ്ടാവുമെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും വലിയ ട്രാൻസ്ഫർമേഷൻ വരും. മാറ്റമൊഴിച്ച് മറ്റെല്ലാത്തിനും മാറ്റമുണ്ടെന്നുള്ളൊരു ഓർമ്മ എപ്പോഴും നിങ്ങളിൽ ഉണ്ടാവണം. ഇനി ഒരു വർഷത്തിനിപ്പുറം, അതായത് ഈ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനിപ്പുറം, ചിലപ്പോൾ അതൊരു 4ാമത്തെ മാസമായിരിക്കാം, 5ാമത്തെ മാസമായിരിക്കാം, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പരിപാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മികച്ചൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുണ്ടാവും. ഇനി എന്താണ് യൂണിവേഴ്സ് പറയാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന വലിയ മാറ്റം എന്നുള്ളതാണ് ഞാൻ ഈ കാർഡിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാർഡ് പറയുന്നത്, ഈ കാർഡ് ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ടാവും, ദ സ്റ്റാർ എന്ന് പറയുന്ന എനർജിയിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം മുറിഞ്ഞ് ഒരുപാട് വേദനയോടുകൂടി നിങ്ങൾ പലതും മനസ്സിലാക്കി നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷനൊക്കെ വിധേയമായിട്ട് നിങ്ങളിവിടെ എത്തുമ്പോൾ മേജർ ആർക്കാനയിലെ ദി സ്റ്റാറായി മാറും നിങ്ങൾ. അതിനർത്ഥം നിങ്ങൾ ഒരു പുതിയ തുടക്കം, ആ പുതിയ തുടക്കം എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അതൊരു പ്രണയമായിരിക്കാം, ചിലപ്പോൾ ഒരു വിവാഹമായിരിക്കാം, ചിലപ്പോൾ എക്സ്ട്രാ റിലേഷനായിരിക്കാം, ഒരു പക്ഷേ പഴയ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബിസിനസ് തന്നെയായിരിക്കാം, ആ വ്യക്തി തന്നെയായിരിക്കാം പ്രണയമാണെങ്കിൽ. ഇനി കുടുംബജീവിതമാണെങ്കിൽ അതേ ഭാര്യയിൽ തന്നെ വ്യത്യാസങ്ങളെല്ലാം വരുത്തി അല്ലെങ്കിൽ ഭർത്താവിൽ വ്യത്യാസങ്ങളെല്ലാം വന്ന് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. ആ പുതിയ തുടക്കത്തിന് ഒന്ന് മനസ്സിലാക്കേണ്ടത് അത് വളരെ ആഴമേറിയൊരു തുടക്കമായിരിക്കില്ല. കാരണം ദ സ്റ്റാർ എന്ന് പറയുന്ന ഊർജ്ജത്തിന് മുൻപുള്ള കാർഡ് എന്ന് പറയുന്നത് ദ ടവർ എന്നുള്ളതാണ്. ആ ടവർ എന്ന് പറയുന്നത് വലിയൊരു വീഴ്ചയായിരുന്നു. അതിൽ നിന്ന് വീണ ശേഷം വീണ്ടും ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നൊരു ഊർജ്ജമാണ് ഈ ദി സ്റ്റാർ എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയമാണ്. എന്നാൽ കാര്യങ്ങൾ 100% പോവില്ല. നിങ്ങൾ പതിയെ പിച്ച വച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ എനർജിയിലേക്കും എത്തിച്ചേരുമെന്നുള്ളത് യൂണിവേഴ്സ് ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകർ, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കരുത്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ നിങ്ങൾ തളർന്നു പോയേക്കാം. അപ്പോൾ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് എഴുതി വയ്ക്കുക, നിങ്ങളുടെ മുറിയിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പറിൽ സെറ്റ് ചെയ്യുക. യൂണിവേഴ്സ് എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ ജീവിതത്തെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട്, എന്നെ പരിവർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ വന്നു പോകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. നിങ്ങളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും, നിങ്ങളെ എല്ലാവരും വിട്ടുപോയാലും കർത്താവ് പറയുന്നത് പോലെ ഞാൻ നിന്നെ വിട്ടുപോകില്ല. കർത്താവും ശിവനും വിഷ്ണുവും എല്ലാം ഒക്കെ അടങ്ങിയ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഒരുപക്ഷെ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്, പ്രപഞ്ചമെന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള എല്ലാവരും അടങ്ങുന്ന ആ ഒരു പ്രപഞ്ചം നിങ്ങളെ തീർച്ചയായിട്ടും കാത്തിടും. ഈ ഭൂമിയിൽ ജനിച്ച ആരും തന്നെ അവനവൻ്റെ ലക്ഷ്യം നേടിയെടുക്കാതെ ഈ ലോകം വിട്ട് പോകേണ്ടവരല്ല. നിങ്ങൾ എത്ര കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് നിങ്ങളെക്കുറിച്ച് ധരിച്ചാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഏതെങ്കിലും ഒരു കഴിവ് നിങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ്, നിങ്ങളുടെ ബലത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ഒരു പക്ഷേ നിങ്ങളിലേക്ക് എത്തിപ്പെടുക വലിയ വലിയ സൗഭാഗ്യങ്ങളായിരിക്കാം, വലിയ വലിയ ബന്ധങ്ങളായിരിക്കാം, വലിയ വലിയ പണം നേടാനുള്ള സാഹചര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ബാധ്യതകളും മറ്റെല്ലാം നിങ്ങൾക്ക് നികത്തി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ പ്രപഞ്ചം എത്തിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ട്രാൻസ്ഫോർമേഷന് വിധേയമാവുക എന്നുള്ളതാണ്. ഇങ്ങനെ പലതരത്തിൽ നിങ്ങളെ യൂണിവേഴ്സ് പരുവപ്പെടുത്തി നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക്, ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കും. ആ കാര്യങ്ങളെല്ലാം കൊണ്ട് നിങ്ങൾക്ക് അവശേഷിക്കുന്ന കാലം വളരെ സന്തോഷത്തോടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കി, ആരെ വിശ്വസിക്കണം, ആരെ സ്നേഹിക്കണം എന്നെല്ലാം ഉള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ട് മുഴുവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് 1000 പേരായിരിക്കാം.
1000 പേർക്ക് ഈ വീഡിയോ കണ്ട് അവസാനിപ്പിക്കുന്ന നിമിഷം തീർച്ചയായിട്ടും വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. നിങ്ങളുടെ പ്രായം 15 ആയിക്കൊള്ളട്ടെ, 25 ആയിക്കൊള്ളട്ടെ, 35 ആയിക്കൊള്ളട്ടെ, 55 ആയിക്കൊള്ളട്ടെ, 65 ആയിക്കൊള്ളട്ടെ, ഇതിനിടയിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, നമുക്ക് ജീവനുള്ള കാലം വരെ നമ്മൾ ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കാനുള്ള എനർജി ഈശ്വരൻ നമുക്ക് തരുമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളെ മികച്ച രീതിക്ക് ട്യൂൺ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും തളർന്നു പോവാതെ നിങ്ങൾ കാത്തുകൊള്ളുക. ഏതൊരു സിറ്റുവേഷനിലും പ്രപഞ്ചം നിങ്ങളെ കാത്തിടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏതൊരു പ്രവൃത്തിയിലും നല്ല രീതിക്ക് ചിന്തിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറി നിങ്ങളുടെ ജീവിതം നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് എത്തപ്പെടും. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ, നിങ്ങൾ ആഗ്രഹിച്ച ബിസിനസ്, നിങ്ങൾ ആഗ്രഹിച്ച പ്രൊഫഷൻ, നിങ്ങൾ ആഗ്രഹിച്ച ഭാര്യ, അതേ കുടുംബം തന്നെ ഒരുപക്ഷെ റീബിൽഡ് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ യൂണിവേഴ്സ് തരും. അപ്പോൾ നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു ശുഭദിനം നേരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ്. പെയ്ഡ് സർവീസ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നാളെ മികച്ചൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബൈ.